ഡോക്ടർ എൻ ജയരാജ്. സാർ, മണിമല പഞ്ചായത്തിലെ മണിമല വില്ലേജിലെ ആലപ്പുറ പൊന്നമ്പുഴ മേഖലയിലെ 668 കുടുംബക്കാർ ഇവിടെ 70 വർഷത്തിൻ്റെ പഴക്കമാണ്, 120 വർഷത്തിൻ്റെ പഴക്കമുള്ള താമസക്കാരാണ്. അവിടെ ഇപ്പോൾ നിലവിൽ സുപ്രീം കോടതി SLP നിലനിൽക്കുന്നതിൻ്റെ കാരണം കൊണ്ടും അവിടെ താമസിക്കുന്ന ആളുകൾ, വർഷങ്ങളായി താമസിക്കുന്ന ആളുകൾ താമസിക്കുന്ന പ്രദേശം അത് വനമെന്ന റവന്യൂ റെക്കോർഡുകൾ രേഖപ്പെടുത്തിയത് കൊണ്ടുമാണ് പട്ടയം ലഭിക്കാതെ പോകുന്നതാണ് മനസ്സിലാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് റവന്യൂ വനം വകുപ്പ് തമ്മിൽ ജോയിൻറ്റ് വെരിഫിക്കേഷൻ നടത്തുകയും ചെയ്തതാണ്. പക്ഷേ അതിനുശേഷം പിന്നെ തുടർ നടപടികൾ മുമ്പോട്ട് പോയില്ല. എൻ്റെ ചോദ്യം, ഇപ്പോൾ നമ്മുടെ ഏഞ്ചൽ വാലിയിൽ പട്ടയം കൊടുക്കാൻ വനം വകുപ്പിൻ മുഖേന കേന്ദ്ര ഗവൺമെൻറ് അനുമതി ലഭിച്ചതുപോലെ ഈ ജണ്ടയ്ക്ക് പുറത്ത് താമസിക്കുന്ന ആളുകൾക്ക് പട്ടയം ലഭിക്കാനായിട്ട്, ഇത് കണ്ടൻകുമാരൻ്റെയും അയ്യൻകാളിയുടെയൊക്കെ തലമുറയിൽപ്പെട്ട ആളുകളാണ് ഭൂരിപക്ഷം ആളുകൾ. അവർക്ക് 668 കുടുംബം കിട്ടാനുള്ള നടപടി ഗവൺമെൻറ് ഭാഗത്തു നിന്ന് അനുകൂലമായ നടപടി സ്വീകരിക്കുമോ? വർഷങ്ങളായിട്ടുള്ള പ്രശ്നമാണ്, അത് പരിഹരിക്കണം. ഈ കാര്യത്തിൽ വകുപ്പ് കാണിക്കുന്ന വലിയ ആർജവത്തെ അഭിനന്ദിക്കുകയൂടെ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ചോദ്യം. സർ, ആദിവാസികളുടെയും പട്ടികവർഗ മേഖലയിൽ പെടുന്നവരുടെയും ഭൂമിയുടെ ഉടമസ്ഥരാക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് വലിയ പ്രവർത്തനങ്ങളാണ് റവന്യൂ വകുപ്പും അതോടൊപ്പം തന്നെ പട്ടികജാതി പട്ടികവർഗ വകുപ്പും ഒക്കെ ഈ കാലത്ത് നേതൃത്വം നൽകുന്നത്. ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹം കൃത്യമായ കണക്കുകൾ ഉൾപ്പെടെ ഈ സഭയുടെ മുമ്പാകെ വെച്ചതുകൊണ്ട് ഞാൻ മറ്റു വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഇവിടെ ആലപ്പുഴ പൊന്തമ്പുഴ പ്രദേശത്തെ പട്ടയ പ്രശ്നം ഏഞ്ചൽ വാലിയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. ഏഞ്ചൽ വാലിയിൽ മറ്റൊരു പ്രശ്നമാണ്. ഗ്രോമോർ ഫുഡിന് വേണ്ടി നേരത്തെ കേന്ദ്ര ഗവൺമെൻറ് അനുവദിച്ച വനേതര ആവശ്യങ്ങൾക്ക് വിട്ടു നൽകിയ ഭൂമി വീണ്ടും കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. പക്ഷേ അങ്ങ് പറഞ്ഞത് വളരെ ശരിയാണ്. ദീർഘകാലത്തെ, എനിക്ക് തോന്നുന്നു ഒരു 100 വർഷം മുമ്പ് വനമായി നോട്ടിഫൈ ചെയ്ത പ്രദേശമാണ് ആലപ്പുഴ പൊന്തമ്പുഴ പ്രദേശം എന്ന് ഒരു പക്ഷം ആളുകൾ പ്രഖ്യാപിക്കുന്നുണ്ട്. എന്നാൽ അതോടൊപ്പം ഭൂമി വനഭൂമിയായി നോട്ടിഫൈ ചെയ്യുന്നതിന് മുമ്പ് മഹാരാജാവ് നീട്ട് നൽകിയ, അതായത് മൈതല്ലൂർ കോവിലകത്തിന് റോയൽ ഗ്രാൻഡ്സ് പ്രകാരം നീട്ട് നൽകിയ ഭൂമിയാണെന്നും അതിനാൽ നോട്ടിഫിക്കേഷൻ നിലനിൽക്കില്ല എന്നും കാണിച്ച് കോവിലകത്തെ ആളുകൾ കോടതിയെ സമീപിക്കുകയും ആ കോടതിയിൽ ഒരു തീരുമാനം അവർക്ക് ഏതാണ്ട് അനുകൂലമായി വരികയും ആ ഘട്ടത്തിൽ വനം വകുപ്പ് MFA 1/81 ആയി ഹൈക്കോടതിയിൽ തന്നെ അപ്പീൽ കൊടുക്കുകയും ചെയ്തു. ഇത് പ്രകാരം 10/1/2018 ഹൈക്കോടതി വിധി പ്രഖ്യാപിച്ചതനുസരിച്ച് ആലപ്പുഴ വലിയ കാവ് പ്രദേശങ്ങളിൽ റിസർവായി പ്രഖ്യാപിച്ച നോട്ടിഫിക്കേഷൻ റദ്ദാക്കുന്ന സമീപനമുണ്ടായി. ഈ ഭൂമി കോവിലകത്തിനോ പിൻഗാമികൾക്കോ അവകാശിക്കാം എന്നല്ല കോടതി പറഞ്ഞത്. കോടതി നിരീക്ഷിച്ചത് 1971 ഫോറസ്റ്റ് വെസ്റ്റ് ആൻഡ് അസൈൻമെൻറ്റ് ആക്ട് പ്രകാരം സർക്കാരിൽ നിക്ഷിപ്തമാകും എന്ന് കോടതി പറയുന്ന സാഹചര്യം ഉണ്ടായി. ഈ വിധിക്കെതിരെയും ഇപ്പോൾ വനം വകുപ്പിൻ്റെ അപ്പീൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് സ്റ്റാറ്റസ് കോ എന്നാണ് പ്രഖ്യാപിച്ചത്. സ്റ്റാറ്റസ് കോ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പട്ടയ നടപടികൾ മുന്നോട്ട് പോകാനാകില്ല. പക്ഷെ അങ്ങേക്ക് അവിടുത്തെ ജനങ്ങൾക്കും കഴിയാവുന്നൊരു സമാധാനം, കോടതിയുടെ വിധി വന്നാൽ, ഇത് കോവിലകത്തിന് അനുകൂലമായി വന്നാൽ 1971 വെസ്റ്റ് ആൻഡ് അസൈൻമെൻറ്റ് ആക്ട് അനുസരിച്ച് സർക്കാരിന് നിശ്ചിതമായാൽ സർക്കാരിന് കൊടുക്കാം. വനം വകുപ്പിനാണ് കൈമാറുന്നതെങ്കിൽ വനം വകുപ്പുമായി കൂടിയാലോചിച്ച് അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ ജോയിൻറ്റ് വെരിഫിക്കേഷൻ നടന്നതുകൊണ്ട് അവരുടെ NOC സാധ്യമായതുകൊണ്ട് നമുക്ക് 93 ചട്ടമനുസരിച്ച് കേന്ദ്ര ഗവൺമെൻറ്റിനെ സമീപിക്കുകയും ചെയ്യാം. രണ്ടായാലും ആ പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾക്ക് പട്ടയം കൊടുക്കണമെന്ന പൊതു നിലപാടാണ് ഗവൺമെൻറ്റിനുള്ളത്. ആ നിലപാടിന് സഹായകരമാകുന്ന വിധത്തിൽ ഏത് നടപടിയെടുത്താലും കോടതിയിലെ സ്റ്റേ വെക്കേറ്റ് ചെയ്യപ്പെട്ടാൽ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് മുന്നോട്ട് പോകാം.